സോ ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങളൊരു വേൾഡ് ജനറേഷൻ മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. ആൻഡ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്തിട്ടാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പലരും തമ്മിലും കണ്ട പോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് ബെറ്റർ മൈൻക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഞാൻ അധികം ആൾക്കാരൊന്നും ബെറ്റർ മൈൻക്രാഫ്റ്റ് ഇട്ട് കളിക്കാൻ കണ്ടിട്ടില്ല. കുറച്ച് പേര് മാത്രമേ ഇട്ടിട്ടേ ഉള്ളൂ. ആൻഡ് ഞാനൊരു ബെറ്റർ മൈൻക്രാഫ്റ്റ് ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നല്ലൊരു റെസ്പോൺസ് നല്ലൊരു ഇതാണ് തന്നത്. അപ്പോൾ താങ്ക് യു. ഞാൻ ആ ഷോർട്സിന് അത്യാവശ്യം എനിക്ക് കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ബെറ്റർ മൈൻക്രാഫ്റ്റ് ഇഷ്ടപ്പെടണമെന്ന് മനസ്സിലായതോടുകൂടി അപ്പോൾ ഞാൻ ഒരു ബെറ്റർ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ അല്ല, ജസ്റ്റ് ഞാൻ എങ്ങനെയാണ് ബെറ്റർ മൈൻക്രാഫ്റ്റിനുള്ളിലുള്ള എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് പോണേ. ജസ്റ്റ് നമ്മളിപ്പോൾ ഇതിലൊരു 100 days സർവൈവൽ എന്നൊരു ഗോൾ മാത്രമേ വെക്കണുള്ളൂ. നമ്മൾ 100 days ഇങ്ങനെ സർവൈവ് ചെയ്തേ പറ്റൂ. അതാണ് നമ്മൾ കീപ്പ് ഇൻവെൻട്രി ഉണ്ട്. ഞാൻ ചത്താലും പ്രശ്നമില്ല, ഹാർഡ് കോർ ഒന്നല്ല. അപ്പോൾ നമ്മൾ ബെറ്റർ മൈൻക്രാഫ്റ്റിലേക്ക് കടക്കാൻ പോവാണ്. ഞാൻ കുറച്ച് മാത്രമേ എനിക്ക് അറിയുള്ളൂ. എനിക്കൊന്നും അറിഞ്ഞൂടെ. ജസ്റ്റ് ബെറ്റർ മൈൻക്രാഫ്റ്റ് ചെറിയൊരു പിങ് കൊണ്ട് ജനറേറ്റ് ആവണതിൻ്റെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, വേൾഡൊക്കെ ജനറേറ്റ് ആയതുകൊണ്ട് ആൻഡ് ലാഗും പോയിട്ടിട്ട്. ആൻഡ് നമ്മളിതാണ് ബെറ്റർ മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലൊരു ബുക്ക് ഇരിക്കുന്നുണ്ട്. ഞാൻ പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. അതിങ്ങനെ അങ്ങനെ ആയിരുന്നല്ലോ ബുക്ക്. ഇത് ഓക്കെ, ഒരു മാജിക്കൽ പോലെ തോന്നുന്നില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. എന്തെങ്കിലും മനസ്സിലാവുന്നവരുണ്ടെങ്കിൽ പറയുക. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ. അത് ഞാൻ തിരിച്ച് ഇൻവെൻട്രിക്ക് ആക്കിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എന്തൊക്കെയൊക്കെയോ സാധനങ്ങളുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഇൻവെൻട്രിയിലുള്ള. ആൻഡ് ഇനി നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ജസ്റ്റ് എക്സ്പ്ലോറേഷനാണ്. ഇവിടെ മാൻകുട്ടിയൊക്കെ ഉണ്ട്. ഇതിന് ഞാൻ മുമ്പൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ മുമ്പ് കളിച്ചാർന്ന ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മാൻകുട്ടിയാണ്. എനിക്കും വലിയ കാര്യത്തിൽ അറിഞ്ഞൂടാ. അതിൻ്റെ മാനവിടെ പോയിടാ, കൊമ്പ് അവിടെ പോയിടാ. പുല്ലും നിന്നിരുന്നോ, കൊമ്പും വളർത്തൂല. നിൻ്റെ അച്ഛനോട് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യും കേട്ടാ. ഏട്ടാ ഇവിടേക്ക് കംപ്ലൈൻറ്റ് ചെയ്യും. നീ 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 സ്വന്തം മാനുകളുടെ വംശത്തിന് ഇതാ ചെയ്തേ. എന്താ ഇങ്ങോട്ട് നോക്കടാ, മൈൻഡ് ചെയ്യാണ്ട് പോലടാ. ഇങ്ങോട്ടേക്ക് എന്താടാ സ്വന്തം വംശത്തിന് നിൻ്റെ അറിയപ്പെടുന്ന ആ ഒരു സംഭവമായിരുന്നു കൊമ്പെന്ന് പറയുന്നത്. അത് തന്നെ നീ കളഞ്ഞല്ലോ. നിൻ്റെ ഇഷ്ടം. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റത്തെ ഫുഡ് വെട്ടിയിട്ട് നമ്മളങ്ങനെ സൂക്ഷിക്കുന്ന സ്വഭാവമൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു വുഡ് വാങ്ങി ചെയ്ത് നമ്മൾ സ്റ്റോൺ ടൂൾസായിട്ട് നിങ്ങളിങ്ങനെ അറിയിക്കുക. അതാ ബെറ്റർ. ഓക്കെ, ഞാനത് കാര്യങ്ങൾ പറയാൻ മറന്നുപോയി. ഇതിൽ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് നോക്കി, എത്ര ക്രാഫ്റ്റിൻ്റെ എവിടെയാണെന്ന് നോക്കി. ഇത് എന്നിട്ട് താനോസിൻ്റെ കയ്യാ. ഇത് നോക്കിയേ, ഇതൊക്കെ ഒരു സാധനമോ. ഇതിൽ പലതരത്തിലുള്ള ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്. ബുക്ക് റെസിപ്പി ഉണ്ട്. അതാ ഡയറക്റ്റ് ഉപയോഗിച്ചുണ്ടാകുന്നത്. ഇവിടെ നിന്നൊരു താനോസിൻ്റെ കയ്യിൽ ഇൻഫിനിറ്റി മറ്റേ സംഭവമല്ലേ ആ സാധനം. ഞാൻ ആദ്യമായിട്ട് കാണണം അതൊക്കെ. അത് നമ്മൾ ഗോൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെയൊക്കെയോ ഒരു ഗോള്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഇതെന്ന് പറഞ്ഞാൽ സ്റ്റോൺ ടൂൾസായിട്ട് നിങ്ങളിങ്ങനെ അറിയിക്കും. ഞാനത് കാണിച്ചു തരാൻ വേണ്ടി വിളിച്ചത്. നോക്ക്, ക്രാഫ്റ്റിൻ്റെ ഇവിടെ എത്ര തരാൻ നോക്ക്. എത്ര ബാഗുണ്ട് ഇതിൽ. രണ്ട് നെതറിറ്റ് ഇങ്കറ്റാ പൊക്കോടന്ന്. ഡയമണ്ട് വെച്ചുകൊണ്ട് അതുകൊണ്ട് പ്രശ്നമില്ല. കോപ്പർ വെച്ചുകൊണ്ട് അതുകൊണ്ടും പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേഗം സ്റ്റോൺ ടൂൾസായിട്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം. ഇവിടെ എന്തൊക്കെയോ ആർമറൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നോക്കണം. നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ലെറ്റ്സ് പ്ലേ പോലെ ഞാൻ ഫാം ഉണ്ടാക്കി അതൊന്നുമല്ല, ജസ്റ്റ് ഫോർ എക്സ്പ്ലോർ. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ തെറ്റുണ്ടെങ്കിൽ സോറി കേട്ടോ. നമ്മൾ സ്റ്റോൺ ടൂൾസൊക്കെ ആയി. ബട്ട് നൈറ്റാവുന്ന ലക്ഷണങ്ങളൊക്കെ കാണാനുണ്ട്. അതുകൊണ്ടൊരു പട്ടിക്കുട്ടി ഉണ്ട്. സോറിടാ, അതിൻ്റെ ടൈം ചെയ്യാൻ്റെ ഇതൊന്നുമില്ല. എടാ നൈറ്റായി ഇത്രയും പെട്ടെന്ന്. എടാ വേഗം ബെഡ് ഒപ്പിക്കാൻ നോക്കണം. നൈറ്റായി. എന്തൊരു പെട്ടെന്ന് നൈറ്റായേ. വീഡിയോയ്ക്ക് ലാഗുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. കാരണം അത് ബെറ്റർ മൈൻക്രാഫ്റ്റാണ്. ഫുഡ് ഓക്കെ, ഫുഡ് ആയി. റവൂണ് അങ്ങനെ കണ്ടല്ലേ. എൻ്റെ പേര് എന്നിട്ടായിരുന്നു റവൂണാ അങ്ങനെ എന്തായിരുന്നില്ലേ.
എന്തെങ്കിലും ആട്ടെ, ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കാണണം. ശരിക്കും പറയണ്ട, റൗണൊന്നും ഞാൻ കയറിയ സമയത്ത് ഒരു ബെഡിനുള്ള ഷീപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നൈറ്റ് ആയ ഓൾറെഡി. എടാ ഇത്രയും പെട്ടെന്നായിട്ട് ഞാൻ അധികം നേരം നൈറ്റിലടാ. ഞാൻ ഈ വേൾഡ് കയറിയിട്ട് പെട്ടെന്ന് നൈറ്റായി. അത് ഈ ബെറ്റർ മൈൻക്രാഫ്റ്റിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. എടാ 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 എനിക്ക് പെട്ടെന്ന് ഫുഡും വേണം. അവിടെ എന്തൊക്കെയോ തിളങ്ങണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കാൻ പേടിയാവില്ലടാ. എടാ എടാ അയ്യോ കുഞ്ഞു സോമ്പി പെട്ടു പെട്ടു പെട്ടു. ഓടിക്കോ 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 കുഞ്ഞു സോമ്പി. എടാ എടാ എന്താണ് ഇവിടെ കാണുന്നത്? ഇതേ ഓടിക്കോ 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 ഓടിക്കോ. എടാ സൂര്യ പറയണത് അതേ സ്കെലട്ടൻസ് വരും. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. എന്താ പറയുക, ബാക്കിൽ കൂടെ ഒരു പടം തന്നെ ഇട്ട് ഗ്രീപ്പർ ഇടിക്കൊണ്ട് പോണ്. എൻഡർമാൻ. അയ്യോ ദേ ഇത് സോമ്പി. ദൈവമേ ഇതെവിടെ പോയി വിളിക്കും. ദേ സ്കെലട്ടൻ. അയ്യോ അയ്യോ സ്കെലട്ടനൊക്കെ ആർമർ ഇട്ടാ വരണേ. ഓടിക്കോ 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 ഓടിക്കോ. എടാ 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 ഓടിക്കോ 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 ഓടിക്കോ. എടാ 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 എടാ. വേറെ മറ്റേ ബയോമിൽ എത്തിയിട്ടുണ്ട്. അയ്യോ ഇതിപ്പോൾ എവിടെയൊക്കെ പോയിങ്ങി. നമുക്ക് ഒരു സ്ഥലമില്ല, ബെഡും ഇല്ല. ഈ നൈറ്റ് ആവുന്നവരെ സർവൈവ് ചെയ്യണ. ദൈവമേ ഗ്രൈൻഡ് ചെയ്താലോ പോയി എന്നൊക്കെ ഞാൻ എവിടെയെങ്കിലും കണ്ടുപിടിച്ചത് നിങ്ങളെ അറിയിക്കാതെ ബെറ്റർ. എടാ ഇവിടെ ഒരു സ്ട്രക്ചർ കണ്ടു ഞാൻ. നോക്കിയേ, അത് ഈ ബെറ്റർ മൈൻക്രാഫ്റ്റിൻ്റെ ഗുണമാട്ടാ. ഇവിടെ ഒരു സ്ട്രക്ചർ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവണ ആ ഒരു സംഭവം ബെറ്റർ മൈൻക്രാഫ്റ്റിലുള്ള സാധനം. ഇതിനുള്ള കയറി നോക്കാം. എന്തെങ്കിലും ബെഡ് എങ്ങനെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. എടാ ഇവിടെ ബെഡൊന്നും കാണാനില്ലല്ലോ. മേലേക്കൊരു വഴിയുണ്ട്. ഇതൊന്നും കയറാൻ പറ്റത്തെ. കയറ ഏയ് ആളെ പറ്റിക്കാൻ നിൽക്കണ. ഇത് കയറാൻ വരലുള്ള. അപ്പോൾ ഇന്നത്തെ നൈറ്റ് ഫുൾ ഇവിടെ സർവൈവ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ മേലെ എന്തിട്ടാണാവോ? എവിടെ നിന്ന് വെക്കാൻ പറ്റാത്ത ഈ സാധനം. തേങ്ങ ഞാൻ പൊളിച്ച് പോകണം മറ്റേത് പിടിക്കാനായിട്ട്. ഓക്കെ ഇതിൻ്റെ മേലെ ബെഡ് എങ്ങാനും. എടി ഇവിടെ ബെഡൊന്നുമില്ല. പിന്നെ എന്തോത്തിനാണ് ഈ വീട് കൊണ്ടുണ്ടാക്കിയത്? ഇതിൻ്റെ ബെഡ് പോലില്ലാതെ വീട്. പിന്നെ എന്തോത്തി വീടാന്ന് പറയണേ. നമുക്ക് വേറെ സ്ഥലം വേറെ സ്ഥലമൊന്നുമില്ല. ഇവിടെ നിൽക്കാം. എന്തൊക്കെ പറഞ്ഞാലും പുറത്ത് നിറച്ച് സോംബീസാ. എടാ എന്നാലും എക്സ്പ്ലോർ ചെയ്താലോ? ഹീലായിട്ട് എക്സ്പ്ലോർ ചെയ്യാം, അതാ ബെറ്റർ. ഇത് സ്മെൽറ്റ് ചെയ്താലോ ഫസ്റ്റ് തന്നെ? എൻ്റെ അതിനുള്ള കോബിൾ സ്റ്റോൺ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ സ്മെൽറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ എൻ്റെ ഇല്ല. നമുക്ക് ആദ്യം തന്നെ ഒരു ഫർണസ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് സ്മെൽറ്റ് ചെയ്യാം, എന്നിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഹീലാവൂല. പിന്നെ പുറത്തേക്ക് ഇറങ്ങാനും പറ്റാത്ത അവസ്ഥയോ. എന്തായാലും ഇതേപോലത്തെ ഒരു ഷെൽട്ടർ കിട്ടിയത് നന്നായി. ഓക്കെ ഇവിടെ വയ്ക്കാം. ഇതിൽ എന്നിട്ട് കുക്ക് ചെയ്യാൻ ഇത് വയ്ക്കാം. എന്നിട്ട് ഇതിന് കത്തിക്കാൻ വെക്കാം. ഇത് വയ്ക്കാം അല്ലേ? അതിലിപ്പോൾ അത് മാത്രമേ ഫുഡായിട്ടുള്ളൂ. എടാ ഞാൻ വാലടച്ചില്ലേ? തേങ്ങ എന്താ തൊല്ലയാന്ന് നോക്കിയത്. ഫുഡും കൊണ്ട് കളഞ്ഞു. എൻ്റെ കീപ്പ് ഇൻവെൻട്രി ഉണ്ടായതുകൊണ്ട് എൻ്റെ ഇൻവെൻട്രി ഒക്കെ ഇതിനുള്ളുണ്ട്. ഇത് ഡേയ്സ് സർവൈവ് ചെയ്യണ സംഭവം നടക്കൂല കേട്ടോ. ചിലപ്പോൾ നല്ല ലാഗ് ഓടിക്കുന്നുണ്ട്. നമ്മൾ എക്സ്പ്ലോറിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി കാണാൻ നോക്കാം, ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. ഞാനിതിപ്പോൾ ചെറിയൊരു ലോങ് വീഡിയോ ആയിരിക്കും ആൻഡ് ചെറിയൊരു ലാഗും ഉണ്ടാവും. ബിക്കോസ് ഇത് ബെറ്റർ മൈൻക്രാഫ്റ്റ് ആണ്. ബെറ്റർ മൈൻക്രാഫ്റ്റ് അത്യാവശ്യം നല്ല ലാഗ് ഉണ്ടാവും. മിനിമം ഒരു 4 GB ഉണ്ടായാൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. അത് വേറെ കാര്യം. 3 GB ആണ് വർക്കാവും, ബട്ട് പട്ടി ലാഗായിരിക്കും കേട്ടോ, പട്ടി ലാഗായിരിക്കും. നമുക്കിപ്പോൾ അവിടേക്ക് കുറച്ച് പ്ലെയിൻസ് പോലെ കാണുന്നുണ്ട്. അവിടെ ഈ സ്കെലട്ടനൊക്കെ നോക്കിയേ, വേറെ ഏതോ കളറിലാണ്. നമുക്കിവിടെ നിന്ന് എസ്കേപ്പ് ആവാം, ഫേക്ക് ഇട്ട് പോവാം. ബ്രിഡ്ജ് വുട്ടിൽ എൻ്റെ പേരെന്തിനാണാവോ? ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എവിടെ അങ്ങനെ നല്ല അതേ സോംബി. എടാ സോംബി നോക്കിയേ, അത് നോക്കിയേ. അയ്യോ സ്കെലട്ടൻ. തേങ്ങ ഒന്ന് ആസ്വദിക്കാൻ സമ്മതിക്കില്ല ബെറ്റർ മൈൻക്രാഫ്റ്റ്. നിങ്ങളൊക്കെ കാരണം ഈ ബെറ്റർ മൈൻക്രാഫ്റ്റ് മുടിഞ്ഞു പോണേ. പക്ഷെ നിങ്ങളില്ലെങ്കിൽ ബോറാവും, അത് വേറെ കാര്യം. ബട്ട് അവിടെ എന്തോ തിളക്കം കണ്ടില്ല. അവിടെ എന്നിട്ടാ അയ്യോ ഓടിക്കോടിക്കോടിക്കോടിക്കോടിക്കോടിക്കോ. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. ഓടിക്കോടിക്കോടിക്കോടിക്കോ. അതാ ബെറ്റർ. വിച്ചൊക്കെ ഓടിക്കോ. എടാ എന്താണത്? എവിടെ നോക്കിയാൽ ഈ മോംസാലോ. ഈ നൈറ്റ് അതിൻ്റെ പ്രശ്നം ഇതാ. തേങ്ങ ഇത് ഇവിടെ കുറച്ച് ഇത് ഈ സാധനം കുറച്ച് ബെറ്റർ ആയിരിക്കും. നമുക്കിത് അത്യാവശ്യമായിട്ടുണ്ട്. നമുക്ക് കോപ്പറിൻ്റെ അത്യാവശ്യമുണ്ട്.
പെട്ടെന്ന് തന്നെ ഇത് എടുക്കാം, പൊട്ടിച്ചെടുക്കാം. ഇവിടെ ഒരു ഇതും ഇല്ല, സ്റ്റോണും ഇല്ല. അപ്പോൾ സ്റ്റോണും പൊട്ടിക്കണം. ആൻഡ് സ്റ്റോണിപ്പോൾ പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് ഞാനിപ്പോൾ കയറി വന്ന് മോഞ്ചു കഴിഞ്ഞാട്ടാ. അത് ചീറ്റിംഗ് ആണ് ഇങ്ങോട്ട് കയറി വന്നാൽ. ഇവിടെ ഒളിച്ചിരിക്കാന്ന് പറഞ്ഞ് ബീരിക്കളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് നമ്മൾ ഒളിച്ചിരിക്കൊന്നുമില്ല. ഞാൻ ഇപ്പം എന്തിട്ട് ചെയ്യാൻ പോണെന്ന് കണ്ടോ? നമ്മൾ ഒളിച്ചിരിക്കാൻ പാടില്ല കേട്ടോ. അത് മൈൻക്രാഫ്റ്റിൻ്റെ റൂൾസിനെതിരാണ് ശരിക്കും പറയാം. ഇതേപോലെ അടച്ചിരിക്കണം 2000 years later. കേട്ടാ, അത് ഞാൻ പഠിപ്പിച്ചിരുന്നൊരു പാഠം. ഓക്കെ ഓക്കെ വേണ്ട 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 നമുക്ക് വിളിച്ചിരിക്കണം. നമുക്ക് പുറത്തിറങ്ങാം. ഇല്ലെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ വരും ഞാൻ ബീരുവാണ് തേങ്ങാക്കോലയാണ് മറിച്ച് ചെയ്താന്ന് പറഞ്ഞ്. നമുക്കിത് സർവൈവ് ചെയ്തേ നടക്കൂ. നമുക്ക് സർവൈവ് ചെയ്യാം. നമ്മൾ ഈ കോളൊക്കെ ഈ പിക്കാക്സ് കൊണ്ട് എടാ ഗ്രീപ്പർ ഓടിക്കോ. സൈഡിൽ നിന്ന് എൻ്റെ തൃക്കണ്ണ് തുറന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എവിടെയും കണ്ടിട്ട് ഗ്രീപ്പർ ഉണ്ടായില്ല. അവിടെ പോയി ഇവിടെ ഒരു ഗ്രീപ്പറിനെ ഞാൻ എപ്പോൾ കണ്ടതാലോ. എടാ ഈ പട്ടാപകൽ എനിക്ക് ഇലൂഷൻ വരാൻ തുടങ്ങിയ ഒരു സോംബി വരുന്നുണ്ട് അവിടെ നിന്ന്. അതിനെ കൊല്ലാം, എന്നാലാണ് ഈ അയനെടുക്കാൻ പറ്റുള്ളൂ. അയനല്ല കോള്. എനിക്ക് ബാക്കിൽ നിന്നൊരു സ്കെലട്ടൻ്റെ വെച്ച് ഞാൻ കേൾക്കുന്നു. ഓടിക്കോ എനിക്ക് പോച്ചു. ഓടിക്കോ എടുത്ത് ഇവിടെ നിൽക്കി ഇത് ഫയർ ചെയ്യണമെന്ന് മനസ്സിലാവുള്ളത്. ഈ മറ്റേ സാധനമൊക്കെ പിടിച്ചുകൊണ്ടുണ്ട്. അയണ ഷീൽഡ് ഉണ്ടാക്കാം. പൊട്ടിച്ചിട്ട് മറ്റേ വെകിളി പിടിക്കണ പോലെ എൻ്റെ കയ്യൊക്കെ എടുത്ത് വിറക്കിനെ. തെങ്ങ് രണ്ടായം കിട്ടിയാൽ മതി. ഷീൽഡ് ഉണ്ടാക്കാൻ അതൊക്കെ മതി. അയ്യോ ഇനി നമുക്കിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിൽ ടോർച്ച് ഉണ്ടാക്കാനുള്ളതുണ്ടാ? ഇല്ലടാ, നമ്മുടെ ടോർച്ച് ഉണ്ടാക്കാനുള്ള കോള് പോലില്ല. ചത്തുട്ടാ നമ്മൾ ചത്തു. എടാ നമ്മൾ ചത്തു. ഓക്കെ, ചാകുന്ന ഉറപ്പായിരുന്നു. കാരണം 2 ഹാർട്ടേ ഉണ്ടായുള്ളൂ. ഞാൻ വേറെ എവിടെയെങ്കിലും എത്തിയിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇല്ലെങ്കിൽ നൈറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. അത് ബെറ്റർ. ഇല്ലെങ്കിൽ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ അറിയിക്കുക. അതാ ബെറ്റർ. ഓക്കെ, ബൈ.